ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ആണവ യുദ്ധത്തിലേക്ക് പോകുമായിരുന്നുവെന്നും എന്നാൽ ഇത് ഒഴിവാക്കിയത് താനാണെന്നും ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്യാപാര സമ്മർദ്ദത്തിലൂടെയുള്ള തന്റെ നയതന്ത്ര സമീപനം ഒരു ആണവ യുദ്ധം ഒഴിവാക്കാൻ സഹായകരമായി എന്നാണ് ട്രംപ് പറയുന്നത്. ഇന്ത്യയുമായും പാകിസ്ഥാനുമായും നിരവധി വ്യാപാരങ്ങൾ നടന്നുവെന്നും അതിനാൽ സംഘർഷം അവസാനിപ്പിക്കണമെന്നുമാണ് താൻ ഇരു രാജ്യങ്ങളോടും പറഞ്ഞതെന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ വെടിനിർത്തൽ തീരുമാനത്തിൽ കക്ഷിയേറുന്നു എന്ന തരത്തിൽ ട്രംപ് മുൻപും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രസ്താവന നടത്തിയിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിന് വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ട്രംപ് പുതിയ വാദവുമായി മുമ്പോട്ട് വന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉടനടിയുള്ള ഒരു വെടിനിർത്തലിന് എന്റെ ഭരണകൂടം അവരെ സഹായിച്ചു. അത് സ്ഥിരതയുള്ള വെടിനിർത്തലാകുമെന്ന് ഞാൻ കരുതുന്നു. ഇതിലൂടെ ധാരാളം അണ്വായുധങ്ങളുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അപകടകരമായ സംഘർഷം അവസാനിപ്പിക്കാനായി ഞങ്ങൾ ഒരു ആണവ സംഘർഷമാണ് അവസാനിപ്പിച്ചത് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുമായിരുന്ന വളരെ മോശമായ ആണവ യുദ്ധമാകുമായിരുന്നു അത്. അതിനാൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറയുന്നു. ഇന്ത്യയുമായും പാകിസ്ഥാനുമായും തങ്ങൾ നിരവധി വ്യാപാരങ്ങൾ നടത്തുമെന്നും ഇപ്പോൾ ഇന്ത്യയുമായുള്ള കൂടിയാലോചനകൾ നടന്നു വരികയാണെന്നും ഉടൻ തന്നെ പാകിസ്ഥാനുമായി വ്യാപാര ചർച്ചകൾ ആരംഭിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു. എന്നാൽ മൂന്നാമതൊരു കക്ഷിയുടെ ആവശ്യമില്ല എന്ന് കൃത്യമായി തന്നെ മോദി പറഞ്ഞു വെക്കുന്നതിലൂടെ അതിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ്. വെറുതെ ഒരു ക്രെഡിറ്റ് എടുക്കുക എന്നതിനപ്പുറത്തേക്ക് പാകിസ്ഥാന് ചില വ്യാപാര ബന്ധങ്ങളിലേക്കാണ് കണ്ണു നടുന്നതെന്ന് വ്യക്തമാവുകയും ചെയ്യുന്നു.